സിനിമകൾ പലപ്പോഴും റിലാക്സ് ചെയ്യാനുള്ളൊരു മീഡിയമായാണ് പ്രേക്ഷകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും താല്പര്യം കോമഡിയും പ്രണയ ചിത്രങ്ങളും ഒക്കെയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ട്രെൻഡ് മാറ്റിപ്പിടിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള സിനിമാ പ്രേമികൾ. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായാണ് മാർക്കോ എത്തിയത്. മോസ്റ്റ് വയലന്റ് ആക്ഷൻ ചിത്രം എന്ന വിശേഷണമാണ് ചിത്രത്തിന് ലഭിച്ചത്. സിനിമ കണ്ടിരിക്കാൻ പറ്റാതെ പലരും പകുതിയിൽ ഇറങ്ങിപ്പോകുകയും ക്രൂരമായ രംഗങ്ങൾ കണ്ട് ഛർദ്ദിക്കുകയുമൊക്കെ ചെയ്തൊക്കെ വാർത്തയായി. എന്നിരുന്നാലും ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത് എത്ര ക്രൂരമായ രംഗങ്ങളായാലും അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതാണ്. എന്നാൽ അറിഞ്ഞോളൂ, ഈ കണ്ട വയലൻസ് ഒന്നുമല്ല ശരിക്കും വയലൻസ്. ലോക സിനിമാ ചരിത്രത്തിൽ അതിക്രൂരമായ സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ചില സിനിമകളെക്കുറിച്ച് പറയുകയാണ്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാം. ആദം ഷാപ്ലിൻ 2011 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ്. ഇമാനുവൽ ഡി സാൻഡി സംവിധാനം ചെയ്ത ചിത്രം പറയുന്നത് മാഫിയ തലവൻ ഡെനി തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നു പോകുന്നതിനെ കുറിച്ചാണ്. പ്രതികാരത്താൽ നിറഞ്ഞ ആദം സ്വർഗ താഴ്വരയിലൂടെ തൻ്റെ യാത്രയെ അതിജീവിക്കുന്നതിനായി ദൈവതുല്യനായ ഒരു ശക്തി നൽകി ഒരു ഭൂതത്തെ വിളിച്ചു വരുത്തുന്നതൊക്കെയാണ് കഥ. ആദം ഷാപ്ലിൻ എന്നത് പല ഹൊറർ ആരാധകർക്കും ഏറെ ഇഷ്ടപ്പെടുന്നൊരു ചിത്രമാണ്. അക്രമാസക്തമായ വിചിത്രമായ ഭ്രാന്തമായ ഒരു ആവിഷ്കാരം. നത്തിങ് ക്യാൻ പ്രിപ്പയർ യു ഫോർ ദിസ് എക്സ്ട്രീം ഫൈറ്റ് എന്നായിരുന്നു ചിത്രത്തിൻ്റെ ടാഗ്. അതായത് ഈ തീവ്രമായ പോരാട്ടത്തിന് നിങ്ങളെ തയ്യാറാക്കാൻ യാതൊന്നിനും കഴിയില്ല എന്നാണ്. ഇനി 2005 എലി റോത്ത് സംവിധാനം ചെയ്തൊരു ചിത്രമാണ് ഹോസ്റ്റൽ. യഥാർത്ഥമായൊരു സംഭവകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ്. ഹൊറർ പശ്ചാത്തലത്തിലുള്ള ഈ മോസ്റ്റ് വയലന്റ് മൂവി കണ്ടിരിക്കണമെങ്കിൽ അല്പം മനക്കെട്ടി വേണം. കൂടാതെ ഇതൊരു സംഭവകഥയെ ആസ്പദമാക്കിയുള്ള സിനിമ എന്നതും ഭയം വർദ്ധിപ്പിക്കും. രക്തം കട്ട പിടിച്ചു പോകുന്ന തരം സീനുകളാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. മണിക്കൂറുകളോളം അക്രമാസക്തമായി ഒരാളെ പീഡിപ്പിക്കുകയും അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കുമെന്ന തോന്നലിലേക്ക് എത്തിച്ച് വീണ്ടും ക്രൂരമായി പീഡിപ്പിക്കുന്ന സീനുകളിലാണ് ചിത്രം. ചിത്രത്തിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല, ധൈര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി 2018 ഗ്യാരത്ത് ഇവാൻ സംവിധാനം ചെയ്തൊരു ചിത്രമാണ് അപ്പോസ്തലൻ. ഹൊററാണ് സംഗതി, പക്ഷേ മോസ്റ്റ് വയലൻറ്റ് സിനിമകളുടെ ലിസ്റ്റിൽ ആദ്യ 10 തന്നെ ഈ ചിത്രം ഇടം പിടിക്കുന്നുണ്ട്. ആദ്യ മണിക്കൂറിൽ തന്നെ കാഴ്ചക്കാരെ ഒരു നിഗൂഢതയിലേക്ക് സാവധാനം കൊണ്ടുവരുന്നതാണ് ഈ ചിത്രം. ഒരു ബ്രിട്ടീഷുകാരൻ തൻ്റെ സഹോദരിയെ ഒരു വിദൂര ദ്വീപിലെ ആരാധനാലയത്തിൽ നിന്നും ഒരു നിഗൂഢമായ ആരാധനാലയത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് ഇതിൻ്റെ ആവിഷ്കാരം. ഇനിയുമുണ്ട് ഒരുപാട് ചിത്രങ്ങൾ, 40ഓളം ചിത്രങ്ങളുണ്ട് ഈ ലിസ്റ്റിൽ. കൂടുതൽ കഥകളുമായി വീണ്ടും വരാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.